ചേച്ചി മെലിഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ എനിക്കൊരു താങ്ക് യു ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക്. കാരണം എൻ്റെ പഴയ ഡ്രസ്സ്, അതുപോലെ എൻ്റെ കല്യാണ സമയത്തുള്ള ഡ്രസ്സും എൻ്റെ റിസപ്ഷനൊക്കെ ഞാനിട്ട ഡ്രസ്സൊക്കെ എനിക്ക് പക്കയാണ്, എനിക്ക് കറക്റ്റാണ്. അതുപോലെ വെഡ്ഡിങ്ങിനിട്ട ഡ്രസ്സ് എനിക്ക് ലൂസ് ആണെങ്കിലേ ഉള്ളൂ. മന്ത് പോയ സമയത്ത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, നല്ല രീതിക്ക് എനിക്ക് വെയിറ്റ് ലോസ് വന്നു, നല്ല രീതിക്ക് പെട്ടെന്നൊരു വെയിറ്റ് ലോസ് വന്നു. ഓക്കെ, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുകയാണ്. ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾ കണ്ടതുപോലെ എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുക്കുമ്പം എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല, ഇപ്പോഴും വലിയ ധാരണ കാര്യങ്ങളൊന്നുമില്ല. എവിടെ തുടങ്ങണം, എങ്ങനെ കണ്ടിന്യൂ ചെയ്യണം, എവിടെ കൺക്ലൂഡ് ചെയ്യണം എന്നൊന്നും എനിക്ക് വലിയ ധാരണയില്ല. കുറേ നാളായിട്ട് നമ്മുടെ വീഡിയോസിൽ വരുന്നൊരു ചോദ്യമാണ്, ചേച്ചി എങ്ങനെയാണ് വണ്ണം കുറച്ചത്, ഡെലിവറിക്ക് ശേഷം എങ്ങനെ വെയിറ്റ് ലോസ് ഉണ്ടായി, വെയിറ്റ് ലോസ് ജേർണി ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം ഞാനിങ്ങനെ ചുമ്മാ ഫോണിലിങ്ങനെ ഓരോന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന, ഇൻസ്റ്റയൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരു കമൻറ്റ് യൂട്യൂബിൽ വന്നു, ചേച്ചി എങ്ങനെയാണ് വെയിറ്റ് കുറച്ചത്, വെയിറ്റ് ലോസ് ജേർണി ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈ നോട്ട്, ടവേന്ന് ഇപ്പം തന്നെ അങ്ങ് എടുത്തേക്കാം. അങ്ങനെ എടുക്കുന്ന വീഡിയോ ആണ്. ബൈ ദ വേ, എൻ്റെ ഒരു കുഞ്ഞ് ബമ്മൊക്കെ ഇവിടെ കാണും, എൻ്റെ വാവ ഇവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് ഞാൻ ചടപടേന്ന് വീഡിയോ എടുക്കുകയാണ്. അതുപോലെ വേറൊരു സംഭവം കണ്ടു ഇവിടെ, എനിക്ക് പുതിയ മൈക്കൊക്കെ മേടിച്ചു, എൻ്റെ പാവം ചേട്ടൻ എനിക്ക് മൈക്കൊക്കെ മേടിച്ചു തന്നു. അപ്പോൾ അതൊക്കെ വെച്ചാണ് ഇന്ന് ഞാൻ നല്ല ആശ്വാസത്തിലിരുന്നാണ് വീഡിയോ എടുക്കുന്നത്. സാധാരണ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഫാനൊന്നും ഇടാൻ പറ്റില്ല, ഇന്ന് ഫാനൊക്കെ ഇട്ട് നല്ല ഹാപ്പി ആയിട്ട് ഇരുന്ന് വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യമേ പറയട്ടെ, ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പ്രഗ്നൻ്റ് ആയി, അത് ഡെലിവറി ആവുന്ന ഒരു 9 മന്ത് ഒക്കെ ആയപ്പോൾ എനിക്ക് 74 kg ആയിരുന്നു. ഞാൻ ഓവറായിട്ട് വെയിറ്റും വെച്ചിട്ടില്ല, എന്നാൽ ഭയങ്കര വെയിറ്റ്, അണ്ടർ വെയിറ്റ് അങ്ങനത്തെ ഒരു സംഭവം അല്ലായിരുന്നു, ഒരു മീഡിയം. എപ്പോൾ പോയി ലാസ്റ്റൊക്കെ ഉള്ള വീക്സിൽ പോയി ചെക്കപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ഒരു കൺസ്റ്റൻ്റ് ആയിട്ടായിരുന്നു എനിക്ക് വെയിറ്റ് നിന്നത്. അപ്പോൾ ഡോക്ടറും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, ഓക്കെ ഇത്ര വെയിറ്റ് കൂടണം, ഇത് ഭയങ്കര വെയിറ്റ് കുറവാണല്ലോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് എപ്പോഴും പറയുമായിരുന്നു വെയിറ്റ് കൂടുതലല്ലോ എന്നുള്ള സംഭവം. പക്ഷെ ഞാൻ 74 kg തന്നെ അങ്ങ് നിൽക്കുമായിരുന്നു. ലാസ്റ്റ് 9 മന്ത് ആവുന്ന സമയം എനിക്ക് 74 ആയിരുന്നു. അപ്പം അതിൽ നിന്ന് ഇപ്പം ഞാൻ 62 kg വന്നത്. അപ്പം അത്രയും ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്, ലൈക്ക് ഒരു 12 kg. അത്രയാണ് എനിക്ക് വെയിറ്റ് ലോസ് വന്നിട്ടുള്ളത്. ഇപ്പോഴും കുറേ നാൾക്ക് ശേഷം കാണുവാണെങ്കിലും ഒക്കെ അവർ ഫസ്റ്റ് പറയുന്ന കാര്യം, ഈ ഒരുപാട് ക്ഷീണിച്ചല്ലോ, ഒരുപാട് മെലിഞ്ഞല്ലോ. കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. ഞാൻ ഈ ഒരു വെയിറ്റ് കുറയ്ക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ ഞെട്ടും. കാരണം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇന്ന് ഈ ഒരു വീഡിയോ ഞാൻ ഫ്രെയിം ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആംഗിളിൽ വന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ അവിടെയൊക്കെ ചാടിയിരിക്കുന്നു. സാധാരണ ഉള്ള പോലെയല്ല, ക്യാമറയിൽ ഉള്ളത് പോലെ അല്ലാണ്ട് തന്നെ എൻ്റെ അവിടെ എവിടെയൊക്കെയോ ചാടിയൊക്കെ ഇരിക്കുന്നു. എന്തായാലും ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തിങ്, എനിക്ക് ഈ ഒരു ഡെലിവറി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും മോനൊരു 3 months 4 months ഒക്കെ ആയി, ഒരു 5 months ഒക്കെ ആവുന്ന സമയത്തിന് എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു. എൻ്റെ വീട്ടിലൊക്കെ ഞാൻ പോയൊരു അച്ഛനും അമ്മയൊക്കെ പറയുമായിരുന്നു, വർഷ മുഖമൊക്കെ ഇതെന്താണ് നീരടിച്ച പോലെ ഇരിക്കുന്നു, കഴുത്തൊക്കെ ഒരുമാതിരി ഡബിൾ ചിന്നൊക്കെ ഇങ്ങനെ വന്നു, നിൻ്റെ കൈ ഇതെന്താണ് ജിമ്മ് പോലെ ഇരിക്കുന്നു, വർക്കൗട്ട് ചെയ്യുക, ജിമ്മിൽ പോകും, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. നമ്മൾ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് എല്ലാവരും പറയും ഫുഡ് കഴിക്കുക, കുഞ്ഞിനും ഹെൽത്തൊക്കെ വേണ്ടേ, ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വേണ്ടേ, അത് വേണ്ടേ, ഇത് വേണ്ടേ, ആരോഗ്യം വേണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ നമ്മൾ ഡെലിവറി കഴിയുമ്പോൾ ഇതെല്ലാം ഉൾട്ടയാവും, ഇതെന്ത് തടിയാണ്, നീ ഇതെന്തോ തീറ്റയാണ് എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളായിരിക്കും. അപ്പം എൻ്റെ വീട്ടിൽ പോയാലും അമ്മ അച്ഛനൊക്കെ എന്നെ ചോദിക്കുമായിരുന്നു, കുറച്ചൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യൂ, ജിമ്മിൽ ജോയിൻ ചെയ്യും. എൻ്റെ അമ്മ ഒരു ജിം വിരോധിയാണ്, ഇഷ്ടമേ അല്ല ജിമ്മിൽ പോകുന്നതും, പെൺകുട്ടികൾക്ക് ജിമ്മിൽ പോകുന്നത് ഭയങ്കര സംഭവമൊന്നും അല്ല എന്നാണ് അമ്മ പറഞ്ഞു. പക്ഷെ ആ അമ്മ എൻ്റെ അടുത്ത് പറയുന്നു, വർഷ എങ്ങനെയും ജിമ്മിൽ പോയി ജോയിൻ ചെയ്യും, കുറച്ചൊന്ന് ദേഹമൊക്കെ ഒന്ന് ഉടഞ്ഞൊന്ന് വരട്ടെ, ഇതിപ്പോൾ നീ ജിമ്മായിട്ട് ഒരു മസിലൊക്കെ വന്ന പോലെ ഇരിക്കുന്ന, കൈയൊക്കെ ഉണ്ട പോലെ ഉരുണ്ടൊക്കെ ഇരിക്കുന്നു എന്നൊക്കെ എന്നെ പറയുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോലും അവിടെ ഉള്ളവരൊക്കെ പറയുന്നത് എന്താണ് ആൻറ്റി ആണോ എന്നൊക്കെ ചോദിക്കായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞാൻ ജിമ്മിൽ പോവാം എന്ന് ഒരു മോട്ടിവേഷനൊക്കെ എടുത്ത് ജിമ്മിൽ ജോയിൻ ചെയ്തു. ജിമ്മിൽ ജോയിൻ ചെയ്തിട്ട് കറക്റ്റ് 1 മാസം, അതിനപ്പുറം ഞാൻ പോയിട്ടില്ല. കറക്റ്റ് 1 മാസമാണ് ഞാൻ പോയത്. പോകാൻ പറ്റാത്ത കാര്യം വെച്ചാൽ അതിനിടയ്ക്ക് മോന് വയ്യാണ്ടായി, പിന്നെ എനിക്ക് പീരിയഡ്സ് കാര്യങ്ങളൊക്കെ വന്നു, പിന്നെ എനിക്ക് ആ ഒരു ഫ്ലോ അങ്ങ് പോയി, പിന്നെ എനിക്ക് പോകാൻ തോന്നിയില്ല, ഒരു ബ്രേക്ക് വന്നു. പക്ഷേ അവിടെയാണ് ട്വിസ്റ്റ്. ജിമ്മിൽ ഞാൻ ആ 1 month പോയ സമയത്ത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, നല്ല രീതിക്ക് എനിക്ക് വെയിറ്റ് ലോസ് വന്നു, നല്ല രീതിക്ക് പെട്ടെന്നൊരു വെയിറ്റ് ലോസ് വന്നു. അതിനുശേഷം പിന്നെ ഞാൻ ഫുഡ് കഴിക്കുന്നതായാലും ഫുഡ് കഴിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ എൻ്റെ ദേഹത്ത് പിടിക്കാത്തതാണോ എന്താണ് കാര്യമെന്ന് എനിക്കൊന്നും പ്രോപ്പറായിട്ട് അറിയത്തില്ല. പക്ഷേ ജിമ്മിൽ പോയ സമയത്ത് ഞാൻ അത്യാവശ്യം വേണ്ട രീതിക്ക് ഒരു ഡയറ്റ് എടുത്തു. ഭയങ്കര ഹെവി ഹാർഡായിട്ടുള്ള ഡയറ്റൊന്നും അല്ലെങ്കിലും ചെറിയ രീതിക്ക് ഞാൻ ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. കാരണം ഞാനൊരു ബ്രസ്റ്റ് ഫീഡിങ് മോം ആയതുകൊണ്ട് എനിക്ക് വലുതായിട്ട് ഡയറ്റ് കാരണം നോക്കാൻ പറ്റില്ല, മോനെ ഫീഡ് ചെയ്യുന്നത് കൊണ്ട്. അപ്പം ചെറിയ രീതിക്കുള്ള ഡയറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അത്രയും ഞാൻ സത്യം പറഞ്ഞാൽ ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ
ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ജിമ്മിൽ ആ ഒരു മാസം പോയ സമയം ഞാൻ ചെയ്തതാണ്. പക്ഷെ അതിനുശേഷം ഞാൻ അങ്ങോട്ട് ഒന്നും മെച്ചപ്പെട്ട് വരുന്നുമില്ല. ആ ഒരു രീതിക്ക് തന്നെ അങ്ങ് പോവുകയാണ്. ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തൊരു 1 വീക്കൊക്കെ ആയപ്പോൾ തന്നെ എൻ്റെ 2 kg കുറഞ്ഞു. പിന്നെ ഗ്രാജുവലി ഞാൻ കുറഞ്ഞ് വരുമായിരുന്നു. എത്രയൊക്കെ ഞാൻ ഫുഡ് ഇൻടേക്ക് ചെയ്താലും എനിക്ക് ആ ഒരു രീതി തന്നെ അങ്ങ് മെയിൻറ്റെയിൻ ആയി പോകുമായിരുന്നു. കുറയുന്നു എന്നല്ലാണ്ട് കൂടുന്നില്ല. വേറൊരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ജിമ്മിൽ പോയില്ലെങ്കിലും അവിടെ ചെയ്യുന്ന അതേ സംഭവം നമ്മൾ വീട്ടിൽ കിടന്ന് ചെയ്യുന്നുണ്ട്. അതെനിക്കൊന്ന് ഒരുവിധപ്പെട്ട എല്ലാ അമ്മമാർക്കും മനസ്സിലാവും, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും. നമ്മൾ ജിമ്മിൽ വെയിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കൊച്ചിനെ എടുക്കുന്നു. അതുപോലെ ജിമ്മിൽ ഇപ്പോൾ ഗ്രൗണ്ട് ചെയ്യുന്നെങ്കിൽ നമ്മൾ വീട്ടിൽ ഇതിൻ്റെ കൂടെ 24/7 ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു അതും ഒരു മെയിൻ റീസൺ ആവാം. നമ്മൾ കഴിക്കുന്നത് അവർ ഫസ്റ്റ് തിങ് ഫീഡ് ചെയ്ത് പോകുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം വിയർത്തൊലിച്ച് അത്രയും ദഹിച്ച് അത്രയും വർക്കൗട്ടായി ഫുൾ ഫാറ്റും ബേൺ ആയി പോകുന്നുണ്ട്. അപ്പോൾ മേ ബി ഇതും ഒരു റീസൺ ആവാം. അല്ലാണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ പോലെ ആൾക്കാർ വന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാകും. ഇത്രയും ഞാൻ മെലിഞ്ഞു. പിന്നെ ഇതായിരുന്നു ഫസ്റ്റ് തിങ്. പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി എൻ്റെ ഒരു ശരീരപ്രകൃതം വെച്ചിട്ട് എനിക്കിപ്പോൾ എന്തെങ്കിലും ടെൻഷൻ, സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ അവൻ എങ്ങനെയെങ്കിലും സെറ്റാക്കി ഇരുത്തി. ഓക്കെ, അപ്പം എന്തെങ്കിലും ടെൻഷൻ, സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെൻ്റെ ശരീരത്തെ പെട്ടെന്ന് കാണിക്കും. പെട്ടെന്ന് വെച്ചാൽ നമ്മൾ ചില ആൾക്കാർ പറയില്ല, എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഫുഡ് കഴിച്ച് തീർക്കും. ചില ആൾക്കാർ വണ്ണം വയ്ക്കും, ചില ആൾക്കാർ മെലിയും. ആ കൂട്ടത്തിലാണ് ഞാൻ, മെലിയുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ചെറിയൊരു കാര്യം മതി എനിക്കത് പെട്ടെന്ന് ബോഡിയിൽ അത് വരും. ഇപ്പോൾ രാത്രി കിടക്കുമ്പോൾ നമ്മൾ ചില സമയം ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം PTA മീറ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങും. രാത്രി നെക്സ്റ്റ് ഡേ ആണ് PTA മീറ്റിംഗ് എങ്കിൽ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ നമുക്കൊരു ടെൻഷൻ കഴിച്ചാൽ നാളെ എണീക്കുമ്പോൾ ഇതായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ എനിക്കുള്ളൊരു ക്യാരക്ടറാണ് എൻ്റെത്. ഇപ്പോൾ എന്തെങ്കിലും ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ തന്നെ അതെൻ്റെ ഉള്ളിലിങ്ങനെ കിടക്കും. ഇതാണ് അപ്പോൾ ഒരു പേയ്മെൻറ്റ്, നിസ്സാരം ചെറിയൊരു പേയ്മെൻറ്റിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേ ഇങ്ങനെ കിടന്നിട്ടേ. കുട്ടി സ്ട്രെസ്സൊക്കെ എനിക്ക് നല്ല രീതിക്കുണ്ട്. ഇപ്പോൾ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളാണെങ്കിലും താങ്ങാൻ പറ്റാത്ത സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. പിന്നെ വൺ ഓഫ് ദ മെയിൻ തിങ് നമ്മൾ ആരും മനസ്സിലാക്കാത്തത്, വൺസ് നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കഴിക്കുന്ന കംപ്ലീറ്റ് സത്തും ഊറ്റിയെടുക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി നന്നായിട്ട് പ്രോട്ടീൻ റിച്ച്ഡ് ആയിട്ടുള്ളതും കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചാലേ നമുക്ക് അതിൻ്റെ ഒരു പവറും എനർജിയൊക്കെ കിട്ടും. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു അതായിരിക്കും ഒരു റീസൺ. കാരണം ഞാൻ വളരെ കുറച്ച് ഫുഡാണ് യൂഷ്വലി അങ്ങനെ എടുക്കുന്നത്. ഇപ്പം മാഗി അങ്ങനത്തെ ജങ്ക്സൊക്കെയാണ് ഞാൻ ഓവറായിട്ട് എടുക്കുന്നത്. അല്ലാണ്ട് ഇപ്പം ഹെൽത്തി ആയിട്ട് ഇപ്പോൾ കുഞ്ഞ് ഫുൾ പാല് എടുക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് എനിക്ക് വേണ്ട ഒരു വൈറ്റമിൻസും കാര്യങ്ങളും ഗുണമൊന്നും ഞാൻ എൻ്റെ ഉള്ളിലേക്ക് വിടുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എനിക്കത് തോന്നുന്നു അതായിരിക്കും വൺ ഓഫ് ദ റീസൺ ഞാൻ ബോഡി ഒന്ന് പുഷ്ടിച്ചൊന്നും വരാത്തതും എൻ്റെ വെയിറ്റ് ലോസ് ആവുന്നതും. എന്തായാലും എനിക്കിങ്ങനെ ഇരിക്കാൻ ഇഷ്ടമാണ്. എല്ലാവരും മെലിഞ്ഞെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കൊരു പ്രത്യേക സന്തോഷമുണ്ട്. പുറത്തൊക്കെ പോകുമ്പോൾ ചേച്ചി മെലിഞ്ഞോ എന്ന് പറയുമ്പോൾ എനിക്കൊരു താങ്ക് യു. ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക്. കാരണം എൻ്റെ പഴയ ഡ്രസ്സ്, അതുപോലെ എൻ്റെ കല്യാണ സമയത്തുള്ള ഡ്രസ്സും എൻ്റെ റിസപ്ഷനൊക്കെ ഞാനിട്ട ഡ്രസ്സൊക്കെ എനിക്ക് പക്കയാണ്, എനിക്ക് കറക്റ്റാണ്. അതുപോലെ വെഡ്ഡിങ്ങിനിട്ട ഡ്രസ്സ് എനിക്ക് ലൂസ് ആണെങ്കിലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒരുപാട് സന്തോഷം. അപ്പം ഇതൊക്കെയാണ് കുട്ടി അപ്ഡേറ്റ്സ് നിങ്ങൾ ചോദിക്കുന്നതിനുള്ള ഉത്തരം. അല്ലാണ്ട് എനിക്ക് വലിയ അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, സാലഡ്സ് കഴിക്കൂ, ഇത് കഴിക്കൂ, അത് കഴിക്കൂ എന്നൊന്നും പറയാൻ എനിക്ക് വലിയ ധാരണയില്ല. കാരണം ഞാൻ ചെയ്തിട്ടില്ല. ചെയ്താലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഫുഡൊക്കെ കഴിക്കുന്ന സമയമാണെങ്കിൽ ഞാനിങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഞാൻ ബ്രസ്റ്റ് ഫീഡിങ് മോമാണ്. ഇപ്പോഴും എനിക്ക് കാൽഷ്യത്തിൻ്റെ ഒക്കെ കുറവുണ്ടെന്ന് തോന്നുന്നു. കാരണം ഞാൻ സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ മുട്ടൊക്കെ ഇപ്പോൾ കീ സൗണ്ടൊക്കെ കേട്ട് തുടങ്ങി. പ്രായത്തിൻ്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും സ്റ്റെപ്പൊക്കെ കയറുമ്പം അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ടും നോക്കേണ്ടത് ബ്രസ്റ്റ് ഫീഡിങ് ആയിരിക്കുന്ന സമയം മാക്സിമം കാൽഷ്യം ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കണം എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ അതൊന്നും നോക്കിയിട്ടില്ല. ഡയറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോഴും എനിക്ക് വീട്ടിൽ നിന്നൊക്കെ വഴക്ക് കിട്ടും. പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുന്നില്ല, മുട്ട കഴിക്കുന്നില്ല, പാല് കഴിക്കുന്നില്ല. ഇന്ന് ഞാൻ രാവിലെ ആയപ്പോഴും അമ്മേൻ്റെ അത് പറഞ്ഞതേ ഉള്ളൂ, പ്രോപ്പറായിട്ടുള്ള ഫുഡൊന്നും നീ കഴിക്കുന്നില്ല, പാല് കുടിക്കുന്നില്ല. കാരണം കുഞ്ഞിനെ പാല് കൊടുക്കുന്ന സമയം ഇതൊക്കെ നമ്മൾ നോക്കേണ്ടതാണ്. അപ്പം ഇതൊന്നും ഞാൻ നോക്കാണ്ടാണ് എൻ്റെ വെയിറ്റ് താനേ കുറയുന്നത്. കാര്യം എങ്ങനെയെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം എല്ലാവരും എന്നോട് ചോദിക്കുന്നൊരു കാര്യമാണ് വെയിറ്റ് ലോസ് ജേർണി പറയാമോ എന്ന്. സത്യാവസ്ഥ ഇതാണ്, ഞാൻ അതിന് വേണ്ടി പ്രോപ്പറായിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല. പക്ഷെ ഒരുപാട് വെള്ളം കുടിക്കും. ചില ആൾക്കാർ പറയും നമ്മൾ ഒരുപാട് വെള്ളം കുടിച്ചാലും നമ്മൾ മെലിയും എന്ന് പറയും. ഇനി അതാണോ റീസൺ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആവശ്യത്തിലും അധികവും വെള്ളം ഞാൻ കുടിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ വീഡിയോ എവിടെ തുടങ്ങണം, എവിടെ എൻഡ് ചെയ്യണം, കൺക്ലൂഡ് ചെയ്യണം എന്നൊന്നും എനിക്ക് വലിയ ധാരണയില്ലായിരുന്നു. അപ്പം എന്തൊക്കെയോ പറഞ്ഞു.
സത്യാവസ്ഥയായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എനിക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതി പ്രോപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്, കമൻറ്റ് കണ്ടു ടപ്പേന്ന് എടുത്തൊരു വീഡിയോ ആണ്. അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ ഈ ചെയ്യുന്ന പോലത്തെ പൊട്ടത്തിനൊന്നും നിങ്ങൾ ചെയ്യരുത്. പ്രോപ്പറായിട്ട് നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന സമയം പ്രോപ്പറായിട്ട് നമ്മൾ കാൽഷ്യം ടാബ്ലറ്റും അതുപോലെ പാല് മുട്ട അതൊക്കെ കഴിക്കണം. ഞാനൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടായിരിക്കും എൻ്റെ ദേഹവും പല്ലും എല്ലും എല്ലാം ദ്രവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്, എനിക്കറിയത്തില്ല. അപ്പം ഇങ്ങനത്തെ മണ്ടത്തിനൊന്നും നിങ്ങൾ ചെയ്യരുത്. പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യനെയൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഒരു പ്രോപ്പർ ഡയറ്റൊക്കെ എടുത്ത് മുന്നോട്ട് പോവുക. അല്ലാണ്ട് ഞാൻ ഈ കാട്ടുന്ന പോലെ മണ്ടത്തിനൊന്നും കാണിച്ച് വെയിറ്റ് ലോസ് ഒന്നും ചെയ്യരുത്. ഞാൻ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടേ അല്ല ചെയ്തത്, താനേ കുറയുന്നതാണ്. അപ്പം യെസ് ഗൈസ്, അതായിരുന്നു അന്നത്തെ നമ്മുടെ വീഡിയോ. ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. യൂസ്ഫുൾ ആയോ എന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾ കമൻറ്റിൽ പറയൂ. അപ്പം നമുക്കൊരു വേറൊരു വീഡിയോ വെച്ച് കാണാം. അണ്ടിൽ ദെൻ ബൈ. അത് സേ ബൈ ടാറ്റ പറയ്. ബൈ, സേ ബൈ. അവൻ്റെ ഇപ്പോഴത്തെ ബൈ ഇതാണ്. സേ ബൈ. നമ്മൾ പോയി ചോറ് കഴിക്കാൻ പോകണം. ബൈ. വി ഗോണ ഹാവ് ലഞ്ച്. ഇത് വി ഗോണ ഹാവ് ലഞ്ച്. സേ ബൈ. ബൈ. അയ്യോ.